ഇന്നത്തെ വീഡിയോ പൈൽസും കോൺസ്റ്റിപ്പേഷനും ഒക്കെ മാറാനുള്ള 4 ഹെൽത്തി ഡ്രിങ്കാണ്. ഇതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചിയ സീഡും ബേസിൽ സീഡുമാണ്. ഇത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആകാൻ കാരണം ഇതിലെ ഹൈ ഫൈബറും പിന്നെ അത് വെള്ളം അബ്സോർബ് ചെയ്യുമ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി ജെൽ ടൈപ്പ് ആവുന്നതും കൂടി കൊണ്ടാണ്. ഈ ജെൽ ടൈപ്പ് കൺസിസ്റ്റൻസി നമ്മുടെ സ്റ്റൂൾസിനെ മോയ്സ്ചറും പിന്നെ പാസ് ചെയ്യാൻ നല്ല ഈസി ആക്കും. നമ്മുടെ നാട്ടിലെ ഏറ്റവും സുലഭമായിട്ടും വിലക്കുറച്ചും കിട്ടുന്നത് ബേസിൽ സീഡാണ്. അതിന് കാരണം ബേസിൽ സീഡ് കൃഷി ചെയ്യുന്നത് ഇന്ത്യയിലാണ്, ചിയ സീഡ് കൃഷി ചെയ്യുന്നത് മെക്സിക്കോയിലുമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ കൂടുതൽ കിട്ടുന്ന ബേസിൽ സീഡ് നിങ്ങൾ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ബേസിൽ സീഡിലാണ് കൂടുതൽ കാൽസ്യവും ഫൈബറും ഉള്ളത്. ചിയ സീഡിൽ ഒമേഗ 3 കൂടുതലുണ്ട്. ആദ്യത്തെ ഡ്രിങ്കിൽ ഞാൻ ബേസിൽ സീഡാണ് യൂസ് ചെയ്യുന്നത്. ഇതിനെ സബ്ജ സീഡ് എന്നും പറയും. 2 ടേബിൾ സ്പൂൺ ബേസിൽ സീഡ് 1 കപ്പ് വെള്ളം ഒഴിച്ച് കുതിരാൻ വെക്കുക. ബേസിൽ സീഡ് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ കുതിർന്ന് കിട്ടും. പക്ഷേ ഞാൻ നോർമലി ഒരു 3 തൊട്ട് 8 മണിക്കൂർ വരെയാണ് കുതിരാൻ വെക്കാറ്. ഇതിലിടാൻ വേണ്ടി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നന്നായിട്ട് ചതച്ചെടുക്കാം. കുതിർത്ത് വെച്ചിരിക്കുന്ന ബേസിൽ സീഡിലേക്ക് ചതച്ച ഇഞ്ചിയും കുറച്ച് നാരങ്ങാനീരും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കാം. നാരങ്ങാനീരും ഇഞ്ചിയും ചേർത്ത ജ്യൂസ് കുടിക്കുന്നത് പൈൽസിന് നല്ലതാണ്. അതിൻ്റെ കൂടെ ബേസിൽ സീഡും കൂടി ചേർക്കുമ്പോൾ ഗുണം കൂടും. ഇതിലേക്ക് ഇനി ഒരു 1/2 കപ്പ് വെള്ളവും 1 ടേബിൾ സ്പൂൺ ഹണിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഹണിക്ക് പകരം പഞ്ചസാരയോ ഉപ്പോ നമുക്ക് വേണമെങ്കിൽ ചേർക്കാം. ഇതിലേക്ക് തണുപ്പിന് വേണ്ടി ഞാൻ കുറച്ച് ഐസും കൂടി ചേർക്കുവാണ്. ഇത് ഓപ്ഷണലാണ്, വേണേൽ ചേർത്താൽ മതി. ലെമൺ ബേസിൽ സീഡ് ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. അടുത്ത ഡ്രിങ്ക് ആൽമണ്ട് ചിയ സീഡ് ഡ്രിങ്കാണ്. ഇതിനായിട്ട് 2 ടേബിൾ സ്പൂൺ ചിയ സീഡ് ഒരു കപ്പ് വെള്ളത്തിൽ ഒരു 8 മണിക്കൂർ കുതിർക്കണം. ബേസിൽ സീഡാണുള്ളെങ്കിൽ അത് ചേർത്താലും മതി. ചിയ സീഡ് കുതിർന്നു വരാൻ കുറച്ച് സമയമെടുക്കും. ഇനി നമുക്ക് 1 കപ്പ് ആൽമണ്ട് നന്നായിട്ട് കഴുകി ഒരു പാത്രത്തിൽ നന്നായിട്ട് വെള്ളം ഒഴിച്ച് കുതിരാൻ വെക്കാം. ആൽമണ്ടിലുള്ള ഫൈറ്റിക് ആസിഡിൻ്റെ കണ്ടൻറ്റ് കളയാൻ വേണ്ടി കുറച്ച് നാരങ്ങാനീരും കൂടി പിഴിഞ്ഞൊഴിക്കുകയാണ്. ആപ്പിൾ സിഡർ വിനെഗർ ഉണ്ടെങ്കിൽ അത് 1 ടേബിൾ സ്പൂൺ ചേർത്താലും മതി. ഇതിനി 8 മണിക്കൂർ കുതിരാൻ വെക്കണം. 8 മണിക്കൂറായി ചിയ സീഡും ആൽമണ്ടും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആൽമണ്ടിൻ്റെ തൊലി പൊളിച്ചെടുക്കാം. നാരങ്ങാനീര് ഒഴിച്ച് കുതിർത്തതായതുകൊണ്ട് പെട്ടെന്ന് തൊലി പൊളിച്ചെടുക്കാൻ പറ്റും. ഈ പൊളിച്ച ആൽമണ്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. ഇത് നമുക്കൊരിഞ്ഞൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് ഒരാഴ്ച വരെ ഫ്രിഡ്ജിൽ കേടാകാതിരിക്കും. ഒരു മിക്സഡ് ജാറിൽ 1/2 കപ്പ് തേങ്ങാപ്പാലും അരച്ച 2 ടേബിൾ സ്പൂൺ ആൽമണ്ടിൻ്റെ പേസ്റ്റും 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു 3-4 തുള്ളി റോസ് എസൻസും കൂടി ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കാം. റോസ് എസൻസ് ഇല്ലാത്തവർ വാനില എസൻസ് ആയാലും ചേർക്കാം. പക്ഷേ റോസ് എസൻസിനാണ് കൂടുതൽ ടേസ്റ്റ്. ആൽമണ്ട് മിൽക്ക് ഉണ്ടാക്കുമ്പോൾ റോസ് എസൻസ് ചേർക്കാത്തവർ ഒരു പ്രാവശ്യമെങ്കിലും ചേർത്ത് നോക്കണം. ഈ റോസ് എസൻസ് ചേർത്തുണ്ടാക്കുന്ന മിൽക്കിന് ഭയങ്കര ടേസ്റ്റാണ്. ഞാനിവിടെ പശുവും പാൽ ചേർക്കാത്തതിൻ്റെ കാരണം വയറ് സുഖമില്ലാണ്ടിരിക്കുമ്പോൾ നമ്മൾ ഡയറി പ്രൊഡക്ട്സ് മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. ഈ അടിച്ചെടുത്ത മിൽക്ക് ഇനി നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന ചിയ സീഡ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് അടിക്കണം നിർബന്ധമില്ല. ഇതെല്ലാം കൂടി ചിയ സീഡിൽ തന്നെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. പഞ്ചസാര പൊടി ചേർക്കുന്നതാണ് അങ്ങനെ ചെയ്യുമ്പോൾ നല്ലത്. കുതിർത്ത ആൽമണ്ട് പൈൽസിന് ഒത്തിരി നല്ലതാണ്. നമ്മുടെ ആൽമണ്ട് ചിയ സീഡ് ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ അടുത്ത ഡ്രിങ്ക് യോഗട്ട് ചിയ സീഡ് ഡ്രിങ്കാണ്. ഇതിനു വേണ്ടി 1 കപ്പ് വെള്ളത്തിൽ 2 ടേബിൾ സ്പൂൺ ചിയ സീഡോ അല്ലെങ്കിൽ ബേസിൽ സീഡോ 8 മണിക്കൂർ കുതിർത്ത് വെക്കണം. ഇതിലേക്ക് 1/2 കപ്പ് നല്ല കട്ടിയുള്ള പുളിയില്ലാത്ത തൈരോ അല്ലെങ്കിൽ 1 കപ്പ് മോരും വെള്ളമോ ചേർക്കാം. ഇതിനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. ഇത് സംഭാരം പോലെ കുടിക്കാനും നല്ലതാണ്. പക്ഷേ മുളക് ചേർക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മധുരം ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ മധുരം ചേർത്തായാലും കഴിക്കാം. ഫ്രൂട്ട്സ് ചേർത്ത് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഫ്രൂട്ട്സ് യോഗട്ടിൻ്റെ കൂടെയും പാലിൻ്റെ കൂടെയും കഴിക്കരുതെന്നാണ് ആയുർവേദത്തിൽ പറയുന്നത്. നമ്മുടെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. കേർഡ് നല്ലതാണ് പൈൽസിനൊക്കെ. അതുകൊണ്ട് കേർഡിൻ്റെ കൂടെ ചിയ സീഡും കൂടി കൂടുമ്പോൾ ഡബിൾ എഫക്റ്റ് ആവും.
ഇനി അടുത്ത ഡ്രിങ്ക് ഫ്രൂട്ട് ചിയ സീഡ് ഡ്രിങ്ക് ആണ്. ഇതിനു വേണ്ടി 1 കപ്പ് വെള്ളത്തിൽ 2 ടേബിൾ സ്പൂൺ ചിയ സീഡോ അല്ലെങ്കിൽ ബേസിൽ സീഡോ 8 മണിക്കൂർ കുതിർത്ത് വെക്കണം. ഇനി വേണ്ടത് ഫ്രൂട്ടാണ്. ഞാനിവിടെ ബ്ലൂബെറി ആണ് എടുക്കുന്നത്. 1 കപ്പ് ഫ്രോസൺ ബ്ലൂബെറി ആണ് എടുക്കുന്നത്. ഇത് മിക്സഡ് ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച് അരച്ചെടുക്കുന്നവർക്ക് അങ്ങനെ ആയാലും ചെയ്യാം. മധുരം കൂടുതൽ വേണ്ടവർക്ക് നല്ല പഴുത്ത ഒരു പഴവും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്താൽ മതി. ഇത് നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന ചിയ സീഡിലേക്ക് ചേർക്കാം. പൈൽസ് ഉള്ളപ്പോൾ കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഫ്രൂട്ട് ഫിഗ് ആണ്. ഫ്രഷ് ആയിട്ടുള്ള കിട്ടിയില്ലെങ്കിൽ ഡ്രൈഡ് ആയിട്ടുള്ളതാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഏറ്റവും നല്ലത് പപ്പായയാണ്. പഴവും ഡ്രൈഡ് പ്രൂൺസും നല്ലതാണ്. ഇതിലേതെങ്കിലും ഒരു ഫ്രൂട്ട് അരച്ചോ അരിഞ്ഞോ ചിയ സീഡിൻ്റെ കൂടെ കഴിക്കുന്നത് നല്ലതാണ്. ഡ്രൈഡ് ഫ്രൂട്ട് ആണെങ്കിൽ അത് കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർത്ത ശേഷം നന്നായിട്ട് അരച്ച് ഇത് ചിയ സീഡിൻ്റെ കൂടെ കഴിക്കാം. ചിയ സീഡ് കുതിർക്കുമ്പോൾ കുറച്ച് കൂടുതൽ കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച വരെ അത് കേടാകാതെ ഇരിക്കും. ഞാൻ സാധാരണ 4 കപ്പ് വെള്ളത്തിന് 8 ടേബിൾ സ്പൂൺ എന്ന രീതിയിൽ കുതിർത്ത് വെച്ചിട്ട് 4 ദിവസത്തേക്കാണ് അത് എടുക്കാറ്. ഇത് പുറത്ത് വെച്ച് 8 മണിക്കൂർ കുതിർത്ത ശേഷം ഫ്രിഡ്ജിൽ വെച്ച് ഒരാഴ്ച വരെ കേടാകാതിരിക്കും. ബേസിൽ സീഡും ഇതുപോലെ കുതിർത്ത് വെക്കാം നമുക്ക്. ബേസിൽ സീഡും ചിയ സീഡും നമുക്ക് ആമസോണിൽ മേടിക്കാൻ കിട്ടും. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇതിലേതെങ്കിലും ഒരു ഡ്രിങ്ക് കണ്ടിന്യൂസ് കഴിച്ചു കഴിഞ്ഞാൽ മാത്രമേ പൈൽസിൻ്റെ ഇൻഫ്ലമേഷൻ കുറയുള്ളൂ. ഒരു ദിവസം 2 ടേബിൾ സ്പൂണിൽ കൂടുതൽ കുതിർത്തത് കഴിക്കരുത്. ഡെയിലി ചിയ സീഡ് കഴിക്കുന്നവർക്ക് കോൺസ്റ്റിപ്പേഷൻ ഇഷ്യൂ ഉണ്ടാവില്ല. ഇതിൽ ഹൈ ഫൈബർ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് ദഹിക്കാൻ കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് കിടക്കുന്നതിന് ഒരു 4 മണിക്കൂർ മുമ്പെങ്കിലും ഇത് കഴിച്ചിരിക്കണം. രാവിലെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എൻ്റെ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ഹെൽത്തി ഡ്രിങ്ക് ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം ഷീന.